സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാർ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ വേർപിരിഞ്ഞു പോയത് വളരെ അധികം ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ മലയാള സിനിമ തന്നെ കേട്ടത്. ഇപ്പോൾ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇപ്പോൾ അവസാന നിമിഷം അദ്ദേഹത്തെ കാണാൻ, ഒരു നോക്ക് കാണാൻ ഓടിയെത്തുകയാണ് സുഹൃത്തത്തിലേക്ക്. സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്ന് വിശേഷിക്കപ്പെടുന്ന സംവിധായകൻ തന്നെയാണ് ഹരികുമാർ. എം ടി വാസുദേവൻ നായർ, എം മുകുന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുടെ കഥകളും തിരക്കഥകളും സിനിമയാക്കിയിട്ടുണ്ട്. വാണിജ്യ വിജയം മാത്രം ലക്ഷ്യമിടാതെ കലാമൂല്യമുള്ള സിനിമകൾക്ക് ദൃശ്യാവിഷ്കാരം നൽകുന്നതിന് മുൻതൂക്കം നൽകിയ ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അവസാനമായി അദ്ദേഹം ഇവിടെ ഈ വീട്ടുമുറ്റത്ത് എത്തുമ്പോൾ ഒരു നോക്ക് കാണാനായി സുഹൃത്തുക്കളും അതുപോലെ തന്നെ തൻ്റെ ഉറ്റവരുമെല്ലാം ഓടിയെത്തുകയാണ്. അവസാനമായി ഓടിയെത്തുമ്പോൾ കാണാൻ എന്താണ് തോന്നുന്നത് ഇപ്പോൾ മനസ്സിൽ? അത് ഞാൻ GE ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ലാസ്റ്റ് 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം പടത്തിൻ്റെ ചില ഡീറ്റെയിൽ എഴുതാനും ഒക്കെ ആയിട്ട്. ഉള്ള സൈലൻ്റായിട്ടുള്ള ഒരു കലാകാരനായിരുന്നു. നമ്മൾ പുറത്ത് കാണുന്ന പോലെ ആളെ അകത്ത് ധാരാളം കാര്യങ്ങളുള്ള ഒരാൾ. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. സിനിമയുടെ അത് പേരിട്ടിട്ടില്ലായിരുന്നു. ബാക്കിയെല്ലാം അതിൻ്റെ വർക്കൊക്കെ അല്ല, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, തുടങ്ങാനുള്ള. അദ്ദേഹത്തിൻ്റെ കൂടെ സുഹൃതം, ധ്യാനപാലൻ, അതൊക്കെ ഞാൻ വർക്ക് ചെയ്തു. സുഹൃത്തിൽ അഭിനയിക്കുകയും ചെയ്തതാണ്. വളരെ നല്ല ഒരു അനുഭവമാണ് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തത്. അങ്ങനെ MD സാറുമായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായത്. വളരെ നല്ലൊരു മനുഷ്യൻ. അതാരെയും അദ്ദേഹത്തിനെ കാണുന്ന പോലെ അല്ല. അദ്ദേഹത്തിനാകെ ഒരു വ്യത്യസ്തമായ ഒരു പുറമേ കാണുമ്പോൾ നമുക്ക് ഒരു തോന്നുന്ന പോലെ അല്ല. ഒരു സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാകമേ വളരെ. പിന്നെ എല്ലാം കുറച്ചൊക്കെ ഈശ്വര നിശ്ചയങ്ങളാണല്ലോ, നമ്മൾ അല്ലല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ എല്ലാം അദ്ദേഹം ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തിട്ട് പോയി. കാലം ആണല്ലോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സാക്ഷി. നമുക്കതിനെ കാലത്തിന് അതീതമല്ല നമ്മളാരും. അങ്ങനെ സിനിമയ്ക്ക് ഒരുപാട് ഓരോരുത്തർ പോകുമ്പോഴും നഷ്ടങ്ങളാണ്. പുതിയ ആൾ വരട്ടെ എന്ന് മാത്രം നമുക്ക് വിചാരിക്കുക. ഒന്നും മാറ്റണ്ട, ആരും മാറ്റം.
രണ്ടുപേർക്കും പ്രശ്നമുള്ളവരാണ് വയറിന്.